ജിമ്മിൽ പോകുന്നവരാണോ നിങ്ങൾ? വർക്കൗട്ട് ചെയ്യുന്നവരാണോ? ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഹലോ, വെൽക്കം ടു സ്റ്റെപ്പ് വിത്ത് റേഷ്. സ്റ്റെപ്പ് വിത്ത് റേഷിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഹെൽത്ത് സ്യൂട്ടി പോണതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ജിമ്മിലേക്ക് അല്ലെങ്കിൽ ഹെൽത്ത് സ്യൂട്ടി പോകുമ്പോൾ എങ്ങനെയാണ് ഒരു ബാഗ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. ആദ്യമായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും ചെയ്യാണ്ടിരിക്കാൻ പാടില്ല. എന്തായിരിക്കും? നമ്മൾ ഒരിക്കലും വെള്ളം കുടിക്കാതെ ഇരിക്കാനേ പാടില്ല. നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം. മിനിമം ഒരു 2 ലിറ്ററെങ്കിലും വാട്ടർ നമ്മൾ എന്തായാലും ടേക്ക് ചെയ്തിരിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീഹൈഡ്രേഷൻ നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തലവേദനിക്കുന്നു, അല്ലെങ്കിൽ ക്ഷീണം തോന്നുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഏജ് ആയ പോലെ ഫീൽ ചെയ്യുന്നു. ഇതെല്ലാം ഡീഹൈഡ്രേഷൻ കൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ പ്രത്യേകിച്ചും ജിമ്മിൽ പോകുമ്പോൾ എന്തായാലും വാട്ടർ ഇൻടേക്ക് നല്ലപോലെ എടുത്തിരിക്കണം. സെയിം ആസ് നമ്മൾ ഹെൽത്ത് സ്യൂട്ടി പോണ സമയത്തും വെള്ളം നല്ലോണം കുടിക്കണം. കാരണം അത് നമ്മുടെ ബോഡീനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. കാരണം നമ്മുടെ ബോഡിയിൽ നിന്നുള്ള വെള്ളമാണ് അത് എടുത്തിട്ട് പുറത്തോട്ട് എടുത്തിട്ട് അത് ആവിയായിട്ട് നമ്മൾ വേർത്ത് പോവുക ചെയ്യുന്നത്. അപ്പം നല്ലപോലെ വെള്ളം കുടിക്കണം. ഫസ്റ്റ് തന്നെ നമ്മൾ ബാഗിലേക്ക് ആഡ് ചെയ്യേണ്ട ഫസ്റ്റത്തെ കാര്യം എന്നിട്ടുണ്ടെങ്കിൽ എ ബിഗ് ബോട്ടിൽ ഓഫ് വാട്ടർ. അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി നിങ്ങൾ ഹെൽത്ത് സ്യൂട്ടി പോകുന്നുണ്ട്, അതായത് സോന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൈഡ്രോപൂൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഷുവറായിട്ട് നമ്മൾ കരുതിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടവലാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ചെന്ന് ഷവർ ചെയ്ത് തിരിച്ചു കയറുമ്പോൾ ഓരോ പ്രാവശ്യം തുടയ്ക്കണമെന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ എന്തായാലും ഒരു ടവൽ നമ്മൾ എന്തായാലും കരുതിയിരിക്കണം. അതുമാതിരി തന്നെ ഹെൽത്ത് സ്യൂട്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്ത് സ്യൂട്ടി യൂസ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് ആദ്യം പോയിട്ട് നമ്മളൊരു കോൾഡ് ഷവർ എടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഷവർ എടുക്കുക. അതിനുശേഷം നമ്മൾ ഹെൽത്ത് സ്യൂട്ടിൻ്റെ അകത്ത് പോയിരിക്കുക. തുടക്കക്കാരാണെങ്കിൽ 5 to 10 മിനിറ്റ്സേ ഇരിക്കാൻ പാടുള്ളൂ. അതിനുശേഷം വന്ന് എഗെയിൻ നമ്മൾ ഷവർ എടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 1/2 ലിറ്റർ വാട്ടറെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം, നിർബന്ധമായും കുടിച്ചിരിക്കണം. ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല, അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മുടെ ബോഡി കുഴയാൻ തുടങ്ങും. അതുമാതിരി തന്നെ നമുക്ക് തല കറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഡെഫിനറ്റായിട്ടും നല്ലോണം വാട്ടറും ഇൻടേക്ക് എടുക്കുക. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ ഒരു പെയർ ഓഫ് ഡ്രസ്സ്, അത് ഇന്നേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ സ്യൂട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് ആയിട്ട് ഒരു ജോഡി ഡ്രസ്സ് നമ്മൾ എന്തായാലും ഒപ്പം കരുതിയിരിക്കുക. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇത് മേക്ക് ഷുവർ ചെയ്തിട്ട് വേണം അടുത്ത പ്രാവശ്യം തൊട്ട് ജിമ്മിൽ പോകാനും ഹെൽത്ത് സ്യൂട്ടി പോകാനൊക്കെ. അപ്പോൾ ടേക്ക് കെയർ, ബൈ.